ചൂരൽമല ദുരിതബാധിതർക്കായി 773 കോടി പൊതുജനങ്ങളിൽ നിന്നും 530 കോടി കേന്ദ്ര സർക്കാരിൽ നിന്നും ഉൾപ്പെടെ ആകെ 1303 കോടി രൂപ സർക്കാരിൽ നിന്ന് ലഭിച്ചതിൽ 100 കോടി മാത്രമാണ് ചെലവായിരിക്കുന്നത്. ബാക്കി 1203 കോടി സർക്കാരിന്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട്. 260 കോടി കൂടി ഉടൻ കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുമുണ്ട്. അതും കൂടി നോക്കിക്കഴിഞ്ഞാൽ 1463 കോടിയാണ് വയനാടിനായിട്ട് സർക്കാർ ഖജനാവിൽ ബാക്കിയുള്ളത്. അതിനു മുകളിൽ പറഞ്ഞ സർക്കാർ ഓഫീസുകളുടെ കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങൾക്കും മറ്റുമായി 624 കോടി രൂപയുടെ പദ്ധതി മാത്രമാണ് സംസ്ഥാന സർക്കാർ ഇതുവരെ തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് കയ്യിലുള്ള 839 കോടി എന്ത് ചെയ്യണമെന്ന പദ്ധതി പോലും ഇതുവരെ സംസ്ഥാന സർക്കാർ മുണ്ടക്കൈ ദുരന്തത്തിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെയ്തിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ ഈ രേഖയിലൂടെ സ്വയം സമ്മതിക്കുന്നത്. ഇനി നിങ്ങൾ പറയൂ, വയനാട് ദുരന്തത്തിൽ പുനരധിവാസ പ്രവർത്തനത്തിൽ ഈ സർക്കാരിന് നിങ്ങൾ എത്ര മാർക്ക് നൽകും? സർക്കാർ നേതൃത്വത്തിൽ പുനരധിവാസം ഫലപ്രദമായിട്ട് നടന്നോ? തുക കൃത്യമായിട്ട് ചിലവഴിക്കപ്പെട്ടിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?